എത്ര വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പും എത്ര ഇരുണ്ട മുഖവും നിറം വെച്ച് തിളങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് നിറം വെക്കാൻ മാത്രമല്ല, എത്ര പഴക്കമുള്ള കരിവാളിപ്പും മുഖത്തെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും അതേപോലെ മുഖത്തെ ചുളിവുകളൊക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഹെൽത്തിയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഈ ഒരു ഫേസ് മാസ്ക് ഹെൽപ്പ് ചെയ്യും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുക്കുന്നത് തൈരാണ്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തൈര് മതിയാകും. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കാരണം കുറച്ച് കൂടുതൽ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തൈര് എടുക്കാനുള്ള കാര്യമുണ്ടെങ്കിൽ നമുക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ തൈര് എടുത്തത്. പിന്നെ തൈരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈരിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ ഒരുപാടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുക, അതായത് നന്നായിട്ട് നിറം വെക്കാൻ, അതേപോലെ മുഖത്തെ ആ കരിവാളിപ്പ്, അതായത് വെയിലിട്ടുള്ള കരിവാളിപ്പ് നല്ല രീതിയിൽ മാറ്റാനൊക്കെ നമ്മുടെ തൈര് നമ്മളെ സഹായിക്കും കേട്ടോ. തൈര് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെയറിനും നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എന്താ പറയുക വളവളാന്നിങ്ങനെ സംസാരിച്ച് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തൈര് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡെയിലി ഒരു 5 മിനിറ്റ് ഫേസിൽ ഈവനിങ്ങിൽ വല്ല ഒന്ന് മസാജ് ചെയ്ത് നോക്കുക. ഫേസ് നന്നായിട്ട് നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല സപ്പിളായിട്ട് നല്ലൊരു ഹെൽത്തിയറായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഈ ഒരു തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനിവിടെ ചേർക്കുന്നത് മഞ്ചിഷ്ട പൗഡറാണ്. ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ പ്രൈസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവും. നമുക്ക് റോ ആയിട്ട്, അതായത് അതിൻ്റെ ഒരു കഷ്ണങ്ങളായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ പോലെ, ചെറിയ കഷ്ണങ്ങൾ എന്താ പറയുക ചുള്ളിക്കമ്പൊക്കെ പോലെ അങ്ങനെയൊക്കെ ഇരിക്കും ഇതിൻ്റെ ആ ഒരു മഞ്ചിഷ്ടയുടെ കഷ്ണങ്ങൾ കേട്ടോ. അതായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ മഞ്ചിഷ്ട എന്നാണ് പറയണത്. മൺചട്ടി, മൺചിട്ട അങ്ങനെയൊക്കെ ഇതിന് ഓരോ പേരുകളുണ്ട്. അപ്പോൾ മഞ്ചിഷ്ട ഞാൻ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിലാണ് കേട്ടോ. ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, മൺചട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടുക്കി വെച്ചേക്കണത്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു മൺചിഷ്ട കേട്ടോ. ഇത് എന്താ പറയുക നമ്മൾ ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കും. അതേപോലെ നമുക്ക് ഓയിലൊക്കെ ഉണ്ടാക്കാൻ നേരത്ത്, ക്രീമുകൾ ഉണ്ടാക്കാൻ നേരത്ത്, സിറംസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള തൈലങ്ങളില്ലേ, ആ തൈലങ്ങളിലൊക്കെ ഇത് എന്താ പറയുക ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫേസ് മാസ്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ തൈരിൻ്റെ ഒപ്പം മഞ്ചിഷ്ട പൗഡറാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മഞ്ചിഷ്ട പൗഡർ യൂസ് ചെയ്യാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ തൈര് നമുക്ക് എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. മഞ്ചിഷ്ട നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. എന്തെങ്കിലും ചൊറിച്ചിലോ ഇറിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തുക. ഒരു കുഴപ്പവും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ സാധാരണ വീഡിയോയിൽ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് കറ്റാർവാഴയോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയോ കടലമാവോ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ തക്കാളിയോ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത്. അതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളത് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് യൂസ് ചെയ്യണതിന് മുന്നേ എപ്പോഴും ഞാൻ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫേസിൽ ഇടുന്നത്. അതായത് കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ ഇട്ട് നോക്കുക. യാതൊരു ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഒന്നുമില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യണത്. അപ്ലൈ ചെയ്യുമ്പോൾ കൂടി എന്തെങ്കിലും ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം ഞാനിത് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങൾ ഇതേപോലെ കയ്യിലോ കാലോ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം ഫേസിൽ ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഈ ഒരു മഞ്ചിഷ്ട നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്, നിങ്ങളുടെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരായിരിക്കും. കാരണം ഈ ഒരു മഞ്ചിഷ്ട ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാനൊരു കഴിഞ്ഞ 2 വർഷം മുന്നേയൊക്കെ ഇത് ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല, മുഖത്തെ ആ ഒരു പാടുകളൊക്കെ ഉണ്ടല്ലോ, എത്ര പഴക്കമുള്ള കറുത്ത പാടുകൾ വരെയും നല്ല രീതിയിൽ ഫെയ്ഡായി പോകാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും. അതായത് മുഖക്കുരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്കിൻ്റെ കാര്യം ഇത് തന്നെയാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു മഞ്ചിഷ്ടം നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ഓയിൽ നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 or 3 പ്രാവശ്യം, അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കാൻ വെക്കണ്ട. അപ്പോൾ പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു മീഡിയം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഫേസ് ചെറിയ രീതിയിലൊന്ന് വലിയുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഫേസ് മാസ്ക്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാരി അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 5-10-15 മിനിറ്റ്, 15 മിനിറ്റ് കൂടുതൽ, അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവേ. അപ്പോൾ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വാഷ് ചെയ്യണേ. നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യണമെങ്കിൽ നല്ല ഒരു ഇറിറ്റേഷൻ നന്നായിട്ട് കാമാവും. പ്രത്യേകിച്ച് നമ്മൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, ആ തരത്തിൽ ചെറിയ ഇറിറ്റേഷൻ ചിലവർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടാകും, ഇപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മഞ്ചിഷ്ട പൗഡർ ആയതുകൊണ്ടാണ് കളർ പിടിക്കാഞ്ഞത്. ചില മഞ്ചിഷ്ട നിങ്ങൾ നോക്കുകയാണെങ്കിൽ കളർ പിടിക്കും, അത് ഒറിജിനൽ അല്ല എന്നാണ് പറയണത് കേട്ടോ. ഒറിജിനൽ മഞ്ചിഷ്ടക്ക് അങ്ങനെ കളർ പിടിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തുടച്ച് നിങ്ങളെ കാണിക്കുകയാണ്. എൻ്റെ ഫേസിൽ അങ്ങനെ കളറൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഐസ് ക്യൂബായിട്ട് നമ്മുടെ ഇതിലില്ലേ ഐസ് ട്രേയിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വീക്ക്ലി ഞാൻ പറഞ്ഞില്ലേ 2-3 പ്രാവശ്യം യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നല്ല ഐസ് ക്യൂബായിട്ട് ഫേസിൽ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നല്ല തണുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യില്ലേ, തണുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നല്ല എന്താ പറയുക, നമുക്ക് നല്ലൊരു കൂളിംഗ് ആയിരിക്കും ഫേസിന്. ഇത്രയും കൂടി നല്ല രീതിയിൽ സ്കിന്നെ ബ്രൈറ്റൺ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണ്, പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിലൊരു അടിപൊളി ഫേസ് മാസ്ക് ആണല്ലോ ഇത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഐസ് ക്യൂബ് എടുത്ത് ഫേസിൽ മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിന്ന് നല്ല സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്ത പോലെ ഉണ്ട്, നല്ല സപ്പിൾ ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ഗ്ലോയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.